അതിപരിശുദ്ധമായ നാമം ഇന്ന് വെള്ളിയാഴ്ച പകൽക്കാലം വീണ്ടും വാഴ്ചപ്പെടുവാറാകട്ടെ. നമ്മുടെ ദൈവഭാഷയുടെ ദൈവത്തിന്റെ വചനമായിരിക്കും ചിന്തിക്കുന്നു. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ള ദൈവത്തെ ചിന്തിക്കാതെ ഇന്ന് രാത്രികാലം ഞാൻ അല്പനേരം ഇന്ന് പകൽക്കാലം സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്ന് പകൽക്കാലവും ഇന്ന് രാത്രിയിലും ദൈവാത്മാവുന്നു തന്നെ ദൈവം പ്രസംഗിക്കാൻ എന്താണെന്ന് എനിക്ക് ക്ലിയറായിട്ട് വ്യക്തമായില്ല. ഇന്ന് പകൽക്കാലം ഞാൻ അല്പനേരം ഇരുന്നു, പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം ഒരു വാക്കിടുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ദൈവത്തിനായിരിക്കാം ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ടുകാരൻ പാടിയതുപോലെ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പല അവസ്ഥകളിൽ നാം പലപ്പോഴും കലങ്ങി മറിയുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് അറിയിക്കുന്ന ആലോചന എന്താണ്? കരുതുന്നവൻ ഞാനാണ്. നീ കലങ്ങണ്ട ആവശ്യമില്ല. കാരണം നമ്മെ കരുതുവാൻ, നമ്മെ കാക്കുവാൻ, നമ്മെ പോറ്റുവാൻ, നമുക്ക് ആവശ്യമുള്ള നൽകുവാൻ അതിനുള്ള അനുവാദമുള്ള അവകാശമുള്ള ഒരുവൻ നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്, നമുക്ക് വേണ്ടിയുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഉള്ളിടത്തോളം കാലം അവൻ നമ്മെ അനാഥരായി വിടുകയില്ല. ചിന്തയ്ക്കാൻ നമുക്ക് വേറെ കടന്നു വരാം. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കാം. 1 പത്രോസ് 5 അതിന്റെ 7. 1 പത്രോസ് 5:7. കണ്ണുകൾ അടയ്ക്കണം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്നല്ല പകൽക്കാലം ഞങ്ങൾ പിന്നെ ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്തിരുന്നു. പകൽക്കാലമായി വചനത്തിനായി സ്തോത്രം. അല്പനേരം ഞങ്ങൾ ഇത് ചിന്തിക്കാൻ ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവാത്മാവിന്റെ ചലനം ഇന്ന് പകൽക്കാലം ഞങ്ങൾ അയക്കണമേ. ഞങ്ങൾ അല്പജനമായി കടന്നു പോകുന്നുവെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളെ പകർന്ന് ദൈവം ഞങ്ങളെ നിറയ്ക്കുവാൻ ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമോ ശക്തിയും പരിശുദ്ധമോ നിയോഗവും ഞങ്ങളെ വെളിപ്പെടും. പ്രാർത്ഥനകൾക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. പത്രോസ് ഇവിടെ തന്റെ ലേഖനത്തിലൂടെ എന്താണ് പറയുന്നത്? അവൻ നിങ്ങൾക്കായി. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പദം ഏറ്റവും പെർഫെക്റ്റായ പദമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് എന്ത് വേണ്ട, ഒരു സംശയവും വേണ്ട. കാരണം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പത്രോസിനോട് വിളിച്ചു പറയുന്നു, നീ ഭയപ്പെടേണ്ട. നീ വിചാരിക്കും എവിടെ നിന്ന് എനിക്ക് കരുതൽ സംഭവിക്കും, എവിടെ നിന്ന് എനിക്ക് മറുപടി കിട്ടും, എവിടെ നിന്ന് എനിക്ക് ഉത്തരം കിട്ടും. എന്നാൽ ദൈവം വിളിച്ചു പറയുന്നു, കരുതുന്നവൻ ഞാനാണ്, അവൻ നിനക്കായി കരുതും. അത് പഴയ നമ്മൾ പഠിക്കുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. കരുതുന്നവൻ യഹോവ എന്ന് വിശ്വസിച്ച്, കരുതുന്നവൻ ദൈവം എന്ന് വിശ്വസിച്ച് അവർക്കുള്ള അവിശ്വാസത്തിനെയും അവരുള്ള എല്ലാ ഇമ്പോസിബിലിറ്റിയുടെയും പരിമിതികളെയും അവർ മാറ്റിവെച്ചു. അവരാരും വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു. അവർ വിശ്വസിച്ചത് ഇപ്രകാരമാണ്, അവർ എനിക്കായി കരുതും. എന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളും അവിശ്വാസത്തിനെയും അസംഭവങ്ങളുടെയും നടക്കാത്ത സംഭവങ്ങളെയും ചരിത്രങ്ങൾ കൂട്ടാരങ്ങളെ മുമ്പിൽ ഉയർന്നാലും എനിക്കൊന്നറിയാം, എന്റെ ദൈവം എനിക്കായി തരുമോ. ഇന്ന് പകർത്താൻ പ്രിയ ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ, പല കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളാൽ നമ്മൾ കുമിഞ്ഞുകൂടുമ്പോൾ, ചില ചിന്താപനങ്ങൾ നമ്മൾ കാണുകയാകുമ്പോൾ ദൈവം വിളിച്ചു പറയും, അവൻ നിങ്ങൾക്കായി കരുതും. ആര് നമുക്കായി കരുതും? നമ്മെ വിളിച്ചവൻ, നമ്മെ വേദനിച്ചവൻ, നമ്മെ പോറ്റുന്നവൻ, നമ്മെ ഇന്നയോളം നടത്തിയവൻ നമുക്കായി കരുതും. അവിശ്വാസത്തിന്റെ പല കടലുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതുപോലെ വിളിച്ചവരെ ഭയപ്പെടേണ്ട, അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ. ആദ്യം ചിന്താകുലമായിരുന്നോ? ദൈവത്തിലേക്കായി മാത്രമേ അവൻ കരുതുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അല്ലാതെ നാം നമ്മുടെ സ്വന്തം ചിന്തയ്ക്കും സ്വന്തം ബുദ്ധിക്കും നാം എത്രനാൾ ചെയ്യുന്നു, അതിനൊന്നും നമുക്ക് എന്ത് കിട്ടുകയില്ല, ഒരു വിജയം ലഭിക്കുകയില്ല. നാം എപ്പോൾ വിജയം ലഭിക്കുന്നു? നാം നമ്മെ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുമ്പോഴാണ്, ദൈവത്തെ ഏൽപ്പിക്കുമ്പോഴാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന വ്യക്തി, അവരിൽ ധൈര്യമുള്ള വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയത്തിൽ വിശ്വാസമുള്ള വ്യക്തി ആര് പ്രത്യാശ അർപ്പിക്കും? ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കും. എന്ന് പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. മോശ, പുറപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. മോശ ആരെ ആശ്രയിച്ചു? മോശയുടെ മാതാപിതാക്കൾ ആ ദൈവത്തിന് ആശ്രയിച്ചു. മോശയെ കൊണ്ട് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. മോശയുടെ ജനന സമയത്ത് ഫറവോൻ ആജ്ഞ പുറപ്പെടുവിച്ചു. എന്ത്? 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക? കൊന്നുകളക, അവരെ ഇല്ലാതെ
എന്നാൽ മോശയുടെ മാതാപിതാക്കൾ അവൻ വിചാരിച്ചു അവനെ എത്ര സൂക്ഷിച്ചു വെക്കുക, അവനെ ആരും കാണരുത്. കാരണം അവൻ അവിടെ കാണുന്നു അവൻ കോപളനായിരുന്നു, അല്ലെങ്കിൽ അവൻ സുന്ദരനായിരുന്നു. അതുകൊണ്ട് അവർ അവനെ മാറ്റിവെച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയുള്ള ഒരു വ്യക്തിയെ ശത്രു എത്ര തകർക്കാൻ ശ്രമിച്ചാലും, അവന്റെ തന്ത്രങ്ങൾ എത്ര ശക്തമായാലും, ദൈവത്തിന്റെ സംരക്ഷണത്തെ കീഴിലാണോ നമ്മുടെ ജീവിതമെങ്കിൽ അവൻ നമ്മെ തളർത്തുവാൻ സമ്മതിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പല പരാജയത്തിന്റെ അവസ്ഥകൾ വന്നാലും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകുകയാണ്. മോശയുടെ മാതാപിതാക്കൾ അവരെ സംരക്ഷിച്ചു അല്പനാൾ. അതിനുശേഷം അവനെ എവിടെ വിളിക്കി? നൈൽ നദിയിലേക്ക്. അവന്റെ സഹോദരൻ ദൂരത്ത് നോക്കിയിരിക്കുകയാണ്, ആരെ എന്റെ സഹോദരനെ രക്ഷിക്കും. ദൈവത്തിന് ആശ്രയമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി കരുതുന്നത് ആരാ? ദൈവമാണ്. അത് ഫറവോന്റെ ശത്രുവിന്റെ ഭവനത്തിലായാലും ശത്രു ഒരുക്കുന്ന കെണികളിലായാലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കരം അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു. മോശയുടെ ജീവിതത്തിൽ അവന്റെ സഹോദരനും അവന്റെ അപ്പനും അമ്മയും നിർഭാഗ്യമുള്ളവരായി. ഇനി അവരെ കൊണ്ട് പറ്റത്തില്ല. അവർ വിചാരിച്ചു എനിക്ക് ആരെ കരുതും, എങ്ങനെ കരുതപ്പെടും, എങ്ങനെ കരുതൽ അനുഭവിക്കും. നൈൽ നദിയുടെ അവസ്ഥകൾ നമുക്കറിയാം. നൈൽ നദിയുടെ ആദ്യത്തെ ഭാഗം വളരെ ഒഴുക്കോളാണ്, അടിയൊഴുക്കോളാണ്. അതിന്റെ മറുഭാഗം കാടുകൾ കൊണ്ട് വന്യജീവികൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. എല്ലാം പ്രതികൂലമായി, എല്ലാം പ്രശ്നങ്ങളായി നിറയപ്പെട്ട അവസ്ഥയിൽ അവർ വിശ്വസിച്ചു എന്ത്? അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണെന്ന്. ഇന്ന് പലക്കാലം നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗത്ത് അടിയൊഴുക്കുന്ന നിലവിൽ നാം ചിന്തിക്കും, എവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സഹായം ലഭിക്കും. ആരെ സഹായിക്കും? എവിടെ നിന്റെ വിശേഷം മറുപടി ലഭിക്കും? എന്നാൽ പലക്കാലം വചനം വിളിച്ചു പറയും, അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ. കരുതി ഏറ്റുമെന്നല്ല പറയുന്നത്, അവൻ നിങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തവും ആരേറ്റിരിക്കുകയാണ്, കർത്താവേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് മോശയുടെ ജീവിതം നോക്കി അവന്റെ ജീവിതത്തിൽ ഒന്നും കരുതലിന് വഴിയില്ല, പ്രത്യാശയ്ക്ക് വഴിയില്ല, പ്രതീക്ഷയ്ക്ക് വഴിയില്ല. എല്ലാം പ്രതികൂലമാണ്. അവസ്ഥയിലും അവൻ ആരും വിശ്വസിച്ചു? ദൈവത്തിൽ വിശ്വസിച്ചു. അത് ദൈവം നീതിക്കായി കണക്കിട്ടു. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലും നാം ആരും പ്രത്യാശ അർപ്പിക്കണം, ദൈവത്തിന് പ്രത്യാശ അർപ്പിക്കണം. മോശയുടെ ജീവിതത്തിൽ നമുക്ക് തുടർന്നുള്ള അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഫറവോന്റെ കുട്ടി ആരെ എടുത്തു? മോശയെ എടുത്തു. അവൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മോശ. അവന്റെ അപ്പനോമ്മ എന്താ ചിന്തിച്ചത്? അവൻ മരിച്ചു പോകും, ഇനി അവന് രക്ഷയില്ല, അവന്റെ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചു. എന്നാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകെയാണ്. മനുഷ്യമായ ചിന്തയിൽ അല്ലെങ്കിൽ മാനസികമായ ചിന്തയിൽ അവർ വിചാരിച്ചു ഇത് എന്റെ മകന്റെ അവസാനമാണ്. അവരെ കുറിച്ച് ഒരുപാട് വാക്യങ്ങളും ഒരുപാട് പ്രതീക്ഷകൾ ദൈവം ഒതുക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ പ്രതികൂലങ്ങളുടെ അവസ്ഥകൾ കണ്ടിട്ട്, പ്രതിസന്ധികളുടെ അവസ്ഥകൾ കണ്ടിട്ട് ഇത് അവന്റെ അവസാനമാണ്. പക്ഷെ ദൈവം വിളിച്ചു പറഞ്ഞു, മോശയെ ഇനി അവസാനിപ്പിക്കാനല്ല ഞാൻ തിരഞ്ഞെടുത്തത്. നിനക്ക് ജനം തന്നത് ദൈവമാണെങ്കിൽ, നമ്മെ വിടുവിച്ചത് നമ്മുടെ ദൈവമാണെങ്കിൽ, നമ്മെ കരുതുന്നത് നമ്മുടെ ദൈവമാണെങ്കിൽ, നമ്മെ പോറ്റുന്നത് നമ്മുടെ ദൈവമാണെങ്കിൽ അവരെ നിരത്തിക്കോളും. നമ്മുടെ ചിന്തയും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ വിചാരങ്ങളും ആരും അർപ്പിക്കണം, ദൈവത്തിന് അർപ്പിക്കണം. അതാണ് കുരുവാക്കുന്നത്. അവർ നിങ്ങൾക്കായി കരുതും. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങൾ അവർ നോക്കിയപ്പോൾ കരുതലിന്റെ ഒരവസ്ഥയും കാണുന്നില്ല. ജീവിതത്തിന്റെ പല അവസ്ഥകൾ അവർ നോക്കിയപ്പോൾ എന്ത് കാണുന്നില്ല? കരുതലിന്റെ ഒരു ദിശയും കാണുന്നില്ല. എല്ലാം പ്രതികൂലങ്ങൾ മാത്രമാണ്. എന്നാൽ അവന് വേണ്ടി ഒരു കരുതലിന്റെ കരം ഇറങ്ങി വരുന്നു. ആരിലൂടെയാണ് കരുതലിന്റെ കരം ഇറങ്ങി വരുന്നത്? മോശയുടെ അല്ലെങ്കിൽ ഫറവോന്റെ പുത്രിയിലൂടെ, അല്ലെങ്കിൽ മോശയുടെ വളർത്തമ്മയായ ഫറവോന്റെ പുത്രിയിലൂടെ മോശയ്ക്ക് എന്തിറങ്ങി വരുന്നു? ഒരു കരുതലിന്റെ കരം വരുന്നു. ആരാണ് ആഴ്ച പുറപ്പെടുവിച്ചത്? പുറപ്പെടുവിച്ചത്. എന്നാൽ അവന്റെ കുടുംബത്തിലൂടെ തന്നെ ഒരു കരുതൽ. തകർത്തുകൊണ്ട് വെല്ലുവിളി വിളക്കുന്ന ശത്രുവിന്റെ ഭവനത്തിലൂടെ തന്നെ എന്ത് വരപ്പെടുന്നു? ഒരു കരുതൽ വരപ്പെടുന്നു. എന്തുകൊണ്ട്? യഹോവ നമുക്കായി കരുതുന്നതാകയാൽ. മോശയുടെ കുടുംബം അവരുടെ കുടുംബത്തിൽ അവർ കൊല്ലുവാൻ വേണ്ടി ആഴ്ച പുറപ്പെടുവിച്ച അതേ സാഹചര്യത്തിൽ
കരുതുന്ന ഒരു ദൈവത്തിന്റെ കരമോടെ കൂടിക്കാർ ദൈവത്തെ ഇന്ന് നാം വിശ്വാസ പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നമുക്കെതിരായി അടിയടിച്ച് കേൾക്കാനും പ്രശ്നങ്ങളെ കൂട്ടായി നമുക്കായി കരുതുന്നത് ആകയാൽ പറവോൾ വിചാരിച്ചു ദൈവം വായനകൾ ലഭിച്ചവൻ എന്ത് ചെയ്യുക പകർത്തുകളായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ വിഷയങ്ങളെ മധ്യേ നമ്മൾ നോക്കുമ്പോൾ എല്ലാം പ്രതിസന്ധിയാണെന്ന് വിചാരിക്കുമ്പോൾ പകർത്താൻ ദൈവം വിളിച്ചു പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ ആയിരുന്നപ്പോൾ ഫറവോന്റെ പുത്രി എടുത്തു. അവന് വിഷയത്തെ നോക്കുമ്പോൾ അവന്റെ പ്രതിസന്ധികളെ നോക്കുമ്പോൾ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. മരണത്തിന് അതാ വചനം കാണുമ്പോൾ കാണുന്നത് മരണത്തിന്റെ അല്ലെങ്കിൽ കൂലിയിൽ താഴ്വയെ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു അനന്തവും ഏർപ്പെടുകയില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു. അവൻ നമുക്കായി കരുതുന്നതാകയാൽ കരുതുന്ന ദൈവം ആരോടുകൂടെയുണ്ട്. സഹോദരി അവനെ ദൂരത്തിൽ നോക്കുകയാ, മാതാവും പിതാവും അവനെ ദൂരത്തിൽ നോക്കുകയാ. എവിടെ നിന്ന് എന്റെ മകന് സഹായം ലഭിക്കും, എവിടെ നിന്ന് പ്രത്യാശയുടെ വഴിക്ക് വേണം. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ, എല്ലാം അവസ്ഥകൾക്കും സ്ഥാനം തെറ്റിയപ്പോൾ ഇതാ ഒരു ശരീരത്തെ എവിടെ വെളിപ്പെടുന്നു, പ്രതികൂലങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്നു, പ്രതിസന്ധിയുടെ നടുവിൽ വെളിപ്പെടുന്നു. ഇന്ന് പലക്കാലം ദൈവത്തിന്റെ വഴിയിൽ നമ്മുടെ ജീവിതത്തിന് നടുവിൽ, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ, നമ്മുടെ പ്രതികൂല നടുവിൽ ഇന്ന് പലക്കാലം വിശ്വസിക്കുക അവൻ നമുക്കായി കരുതുന്ന നമുക്കായി നമുക്ക് വേണ്ടി കരുതുന്ന ചിന്തിക്കുമ്പോൾ വചനം വിളിച്ചു പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നു. മോശയുടെ ജീവിതം തുറന്നു പഠിപ്പിക്കാമെന്ന് കഴിയുന്നു. അവൻ എവിടെ വളർന്നു? ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു. ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിൽ അവൻ വളർന്നു. രാജകീയമായി പ്രൗഢിയായി വളർന്നു. എന്നാൽ അപ്പനും അമ്മയും ആരുണ്ടാ ചിന്തിച്ചത്? മോശയുടെ ജീവിതത്തിൽ മരണം എന്നാ ചിന്തിച്ചത്. ഇല്ലായ്മ ആരുകൂടെ ചിന്തിച്ചത്? എന്നാൽ ദൈവത്തിന്റെ കരുതൽ മോശയുടെ ജീവിതം നോക്കി അവനിപ്പോൾ എവിടെയാണ്? രാജകൊട്ടാരത്തിലാണ് എന്നായിരുന്നു ഫറവോൻ ചിന്തിച്ചത്. മരണമായിരുന്നു ഫറവോൻ ചിന്തിച്ചത്, അല്ലെങ്കിൽ അവസാനമായിരുന്നു ഫറവോൻ ചിന്തിച്ചത്. എന്നാൽ അതേ ഫറവോനിലൂടെ അവന് സുഭിക്ഷമായ നമ്മെ കടക്കുമ്പോൾ ശത്രു ശ്രമിക്കുമ്പോൾ പറഞ്ഞത് രക്ഷയില്ല എന്ന്, ആരും പറഞ്ഞത് ആരും അറ്റുപോയെന്ന്, ആരും പറഞ്ഞത് നാട്ടേക്കെന്ന്, ആരും പറഞ്ഞത് ഇല്ലായ്മയായി പോയെന്ന് ദൈവം വിളിച്ചു വരുന്നു. അവൻ നിനക്കായി കരുതും. ഇത് നിനക്കായി നാമൊന്ന് മാത്രം ചെയ്യുക. നമ്മുടെ യാത്രയുടെ നമ്മുടെ പ്രത്യാശിക്കുക. ഇന്ന് പകർത്താനും ദൈവമാണ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് നമ്മളോട് എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിറവേറ്റും. ദൈവം നിറവേറ്റും. നാം അതിൽ എന്താകേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല, വ്യാകുലമായ കാര്യമില്ല. കാരണം കഴിയുന്നവൻ നമ്മോട് കൂടെ. ഇന്ന് പകർത്താനോ നമ്മുടെ ബോട്ടിൽ ആരുണ്ടോ നോക്കണം, ക്രിസ്തു ഉണ്ടോ നോക്കണം. ക്രിസ്തു കൂട്ടർ ഉണ്ടായാൽ പോരാ, അവൻ ഉറങ്ങുന്നോ നോക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പല അവസ്ഥകളിലും ക്രിസ്തു നമ്മുടെ പറയിൽ ഉറങ്ങുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കരുതൽ കാണുവാൻ കഴിയാത്തത്. എന്നാൽ പ്രതീക്ഷയോടെ പ്രത്യാശയുടെ തുറമുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ദൃഷ്ടിയിൽ എന്ത് കാണും? കരുതലിന്റെ ദൈവത്തിന്റെ കരവൻ കാണും. അതാണ് വചനം വിളിച്ചു പറയുന്നത് അവൻ നിനക്കായി കരുതുന്ന ദൈവമാണ്. മോശയുടെ ജീവിതത്തിൽ തകർന്നു പോയവൻ വിചാരിച്ചു, ഇല്ലായ്മയായി അവൻ വിചാരിച്ചു, ഇല്ലായ്മയായി അവൻ വിചാരിച്ചു. കൃഷിയുടെ പ്രായമായിട്ട് ഇല്ലായ്മയായി അവൻ വിചാരിച്ചു. പക്ഷെങ്കിൽ അവന് വേണ്ടി ആരുടെ കരം വെളിപ്പെടുത്തി? ദൈവത്തിന്റെ കരം ദൈവം വെളിപ്പെടുത്തി. അവന് വേണ്ടി രാഷ്ട്രീയ ദൈവമാണെങ്കിൽ എവിടെ? രാജാവിന്റെ കൊട്ടാരത്തിൽ, രാജകീയമായ അവസ്ഥയിൽ. ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും ചിന്തിക്കും, ഇല്ല മായമാ പ്രയാസമാ ദുഃഖമാ. എന്നാൽ
പൈസലോ ഒരു രാജകീയമായ അവസ്ഥ, ഒരു സന്തോഷത്തിന്റെ അവസ്ഥ, ഒരു നന്മയുടെ അവസ്ഥ, ഒരു വിടുതലിന്റെ അവസ്ഥ, ഒരു സൗഖ്യത്തിന്റെ അവസ്ഥ ആരെടുക്കും? ദൈവം ഒരുക്കും. പൈസലോ ഹല്ലേലൂയ. അവൻ നിനക്കായി കരുതുന്നത് ആകയാൽ. പൈസലോ മോശയ്ക്ക് വേണ്ടി ആര് കരുതി? ദൈവം കരുതി. ഏതവസ്ഥയിൽ? തോൽവിയുടെ അവസ്ഥയിൽ, പ്രതികൂലയുടെ അവസ്ഥയിൽ, അവസാനം വന്ന ലോകത്തിന്റെ അവസ്ഥയിൽ ഇതാ ഒരു സന്തോഷത്തിന്റെ, ഒരു സമാധാനത്തിന്റെ, ഒരു വിടുതലിന്റെ തുറം മോശയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. എന്തുകൊണ്ട് മോശയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി? മോശയോട് ദൈവത്തിന്റെ ആത്മാവിൽ ഒരുപാട് ആലോചനകൾ നിറവേറാനുണ്ട്. പൈസലോ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ ദൈവത്തിന് മോശയ്ക്ക് ആവശ്യമുണ്ട്. തകർന്നിരിക്കുന്ന ഒരു ജനവംശത്തെ എത്തിക്കുവാൻ മോശയ്ക്ക് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കരുതുമ്പോൾ നാം ദൈവത്തെ വേണ്ടി കരുതിക്കണം. മനസ്സിലായി? ദൈവം നമുക്ക് വേണ്ടി കരുതുമ്പോൾ നാം ബാധ്യസ്ഥരാണ്. എന്തിന്? ദൈവം നമ്മളോട് അറിയിക്കുന്നത് നാം ചെയ്യുവാൻ. മോശ 40 വർഷം ഒഴിഞ്ഞു നടന്നു, 80 വർഷത്തോളം അവൻ കറങ്ങി നടന്നു. ദൈവം അവനെ വിട്ടില്ല, ദൈവം അവനെ മടക്കി വിളിച്ചു. തകർച്ചയുടെ നടുവിൽ അത് വിടുവിച്ച ദൈവം ന്യായം നടന്നു. മോശമായിരുന്നു ദൈവികരുടെ വെളിപ്പെടുത്തിയ അവസ്ഥകൾ മോശമായിരുന്നു. അവരുടെ പ്രായം നാട് വന്നു. മോശം മറന്നു. രാജകീയ പ്രൗഢിയിൽ രാജകീയമായി സന്തോഷം അനുഭവിച്ചപ്പോൾ മോശ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ മറന്നു. ഹല്ലേലൂയ. അവൻ നിനക്കായി കരുതുന്നതാകയാൽ എന്നുള്ള വാഗ്ദത്തം മോശം മറന്നു. മരണത്തിലെ താഴ്വരയിൽ കൂടെ കടന്നുപോയ അവസ്ഥയിൽ ജീവൻ ഭാവയെ ഒരുക്കി സന്തോഷ തുറമുഖത്ത് എത്തിച്ച ദൈവത്തെ ആര് മറന്നു? മോശം മറന്നു. ഹല്ലേലൂയ. മോശയുടെ മറവിയുടെ അവസ്ഥയിൽ ദൈവം അടുത്ത ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. ഞാൻ നിന്നെ ഉപയോഗിക്കും. ഉൾപ്പടത്തിന് നടുവിൽ മോശയുടെ ജീവിതം നോക്കിയേ. ഉൾപ്പടത്തിന് നടുവിൽ ഏകായി നിൽക്കുന്ന മോശ ദൈവത്തിന്റെ കരുതൽ കഴിഞ്ഞ നാളുകളിൽ കണ്ട മോശ ഇപ്പോൾ സംശയിച്ചു നിൽക്കുകയാണ്. ദൈവിക വാഗ്ദത്തവും ദൈവിക അരുളപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുമ്പോൾ നാം പിന്നെയും പ്രതികൂല നടുവിൽ, പ്രശ്നത്തിന് നടുവിൽ നാം കഷ്ടപ്പെടുകയാണ്. ആരെന്നെ സഹായിക്കും? ആരെനിക്ക് വേണ്ടി കരുതും? ആരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തും? ഇന്ന് നമ്മുടെ ദൈവം വിളിച്ചു പറയുന്നു, കൈമാറിൽ നിന്ന് കൈയിലേയോ, കൈമാറിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നാം വെച്ചിരിക്കുന്ന ബാധ്യതകൾ, നമ്മുടെ ജീവിതത്തിൽ നാം വെച്ചിരിക്കുന്ന പരിമിതികൾ, നമ്മുടെ ജീവിതത്തിൽ നാം വെച്ചിരിക്കുന്ന അവിശ്വാസത്തിന്റെ കാര്യങ്ങളെ എടുത്തു മാറ്റുകയാണെങ്കിൽ അവൻ നമുക്കായി കരുതുന്നത് ആരെയാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശയുടെ ജീവിതത്തിൽ 40 വർഷക്കാലം അവൻ രാജകീയ പ്രൗഢിയിൽ ജീവിച്ചു. 40 വർഷക്കാലം അവൻ ആശ്രയനായി തീർന്നു. എന്തിനാ ദൈവം രാജകീയ പ്രൗഢിയിൽ നിന്ന് ആളുകളെ നയിക്കുന്നവനായത്? ആ 40 വർഷം അതിൽ മോശയുടെ കൂട്ടാരാണ്? ആളുകളാണ്. ആരോട് സംസാരിക്കും? അവൻ സംസാരിക്കുന്നത് മറുപടിയായി പറയാൻ ആളുകൾ മാത്രമാണ്. പ്രതികൂല നടുവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന മോശയെ ദൈവം ചില പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നാം വിചാരിക്കും, എന്തുകൊണ്ട് എനിക്ക് പരിശോധന കടന്നു വരുന്നു, എന്തുകൊണ്ട് പരാജയം കടന്നു വരുന്നു, എന്തുകൊണ്ട് തോൽവി കടന്നു വരുന്നു? ദൈവമക്കളെ, ഇന്ന് പകർത്താൻ നമ്മുടെ ജീവിതത്തിൽ തോൽവിയും പരാജയവും പരിശോധനയും നമ്മെ ഒന്ന് മാറ്റിയെടുക്കുവാനാണ്, നമ്മെ ഒന്ന് പൂർണ്ണനാക്കുവാനാണ്. നാമും ദൈവമായിട്ടുള്ള ബന്ധത്തിന് ചില വിധേയങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മെ ഒന്ന് പൂർണ്ണനാക്കി മാറ്റുവാനാണ് ജീവിതത്തിലെ പരിശോധന. അല്ല, നമ്മൾ കടന്നു കളയാനല്ല, നമ്മൾ പരാജയം നേട്ടാനല്ല. അതാ ദൈവം അവൻ വീഴുവാൻ തക്കവൻ എത്താൻ കഴിയാലും അവൻ നിത്യത്തനമ കൊണ്ട് എന്നെ മടക്കിയെടുക്കും, എന്നെ തിരിച്ചു മടക്കിയെടുക്കും. കാരണം അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. മറ്റുള്ള ദൈവങ്ങളെ പോലെ അവൻ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ കഴിയുന്ന ദൈവമല്ല. ആ കഴിയുന്ന ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവം. ആ കഴിവുള്ള
ചെയ്യുന്നതിന് കൂടെയാ. ഉൾപ്പടത്തിന് നടുവിൽ നിൽക്കുന്ന മോശ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു. ഞാൻ വിക്കലാണ്, എന്നെ കൊണ്ട് പറ്റുകയില്ല, എന്റെ അവസ്ഥകൾ പ്രതികൂലമാണ്. എന്നാൽ ദൈവത്തിന്റെ അള്ളപ്പാട് ഓർത്തിട്ടുണ്ടായത്, നീ വിക്കലെന്ന് നീ പറയരുത്, നിന്റെ പരിമിതികളെന്ന് നിനക്ക് പരിമിതികളുണ്ട് നീ പറയരുത്, എന്നെ കൊണ്ട് പറ്റുകയില്ല നീ പറയരുത്, എനിക്ക് നിന്നെയാണ് ആവശ്യം. പലരുടെ പ്രതികൂലങ്ങളും പലരുടെ പ്രശ്നങ്ങൾ നാം കടന്നു പോകുമ്പോൾ നാം പറയാറ്, ദൈവമേ എന്നെ ഇതിന് പോകത്തില്ല, എന്നെ ഇതിന് പറ്റുകയില്ല, ഞാൻ ഇതിന് കൂട്ടാമല്ല. ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ അപൂർണത അല്ലെങ്കിൽ നിന്റെ ബലഹീനത എന്റെ ദൃഷ്ടിയിൽ ബലവാനാക്കുവാനുള്ളതാണ്. മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, എന്നോട് പറ്റുകയില്ല, എനിക്ക് എന്നുള്ള യോഗ്യതയില്ല, ഒരു ജനത്തെ നയിക്കാനുള്ള യോഗ്യതയില്ല. എന്നാൽ ദൈവം ഒന്നിച്ചു പറഞ്ഞു, മോശയെ നിന്നെ ഞാനാണ് വിളിച്ചെടുത്തി, നിന്റെ ബലഹീനതകളെ ഓർത്ത് നീ വേദനപ്പെടേണ്ട, നിന്റെ ദുഃഖങ്ങളെ ഓർത്ത് നീ വേദനപ്പെടേണ്ട, നിനക്ക് എങ്ങനെ കഴിവ് കിട്ടുമെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. നിന്നെ വിളിച്ച ദൈവമാണെങ്കിൽ നിന്റെ കഴിവുകളികളെ അവൻ കഴിവുള്ളതാക്കും. നമ്മുടെ ബലഹീനതകളെ അവൻ ബലമുള്ളതാക്കും. നമ്മുടെ ഈ ആയ്മകളെ അവൻ വികസീകരിക്കും. നാം ഇന്ന് ഒന്ന് മാത്രം ചെയ്യുക, അവൻ നിനക്കായി കഴിവുള്ളതാകും. ബലഹീനതകളുടെ മേൽ അതിന് സംശയം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അവിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ച ദൈവത്തിന്റെ കരുതലിന്റെ കരം നാം കാണത്തില്ല. പക്ഷെങ്കിൽ അവിശ്വാസത്തിന്റെ നടുവിലും ബലഹീനതയുടെ നടുവിലും ഇന്ന് വരെ കൂടിയ ദൈവത്തെ വിശ്വാസത്തിന്റെ കാഴ്ചകളും പ്രതികൂല നടുവിൽ കൈവിടുന്ന ദൈവത്തെയല്ല നാം സേവിക്കുന്നത്, പ്രതിസന്ധിയുടെ നടുവിൽ കൈമാറുന്ന ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. എനിക്കിതിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. മോശ 40 വർഷം കാട്ടിലായിരുന്നു, ആളുകളെ നയിക്കുകയായിരുന്നു, ഏകനായിരുന്നു. ആ ഏകത്വം ദൈവത്തിന് മോശയെ ബലവാനാക്കുവാനുള്ളതായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പരിശോധനകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമ്മെ ആരാക്കാനുള്ളതാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ ഒന്ന് ധൈര്യപ്പെടുത്തുവാനുള്ളതാണ്, നമ്മെ ഒന്ന് ഉറപ്പിക്കാനുള്ളതാണ്, നമ്മെ ഒന്ന് പൂർണ്ണനാക്കാനുള്ളതാണ്. പക്ഷെ നമ്മുടെ സ്വഭാവം പലപ്പോഴും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും തളർന്നു വരുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കും, ദൈവമേ നീ എന്നെ മറന്നിട്ടാണോ സംഭവിക്കുന്നത്, ദൈവത്തിനെ വേണ്ടാഞ്ഞിട്ടാണോ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഞാൻ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, എന്റെ ജീവിതം ചെയ്യാൻ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഈ സംശയം പ്രതികൂലങ്ങൾ സംഭവിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് രോഗങ്ങൾ സംഭവിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ജീവൻ ദുഃഖങ്ങൾ വരുന്നു? ദൈവത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവൻ നമ്മെ ശോധന ചെയ്യും, ഒരു പൊന്നുപോലെ തുറന്നു കൊണ്ടുവരാൻ. നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുന്നത് നമ്മെ ഇല്ലാതാക്കുവാനല്ല, നമ്മെ പിന്നെയും നമ്മുടെ കീഴം മാറ്റി നമ്മെ ഒന്ന് പൂർണ്ണനായി ഒരു പൂർണ്ണനായ മനുഷ്യനാക്കുവാൻ വേണ്ടിയാണ് ഈ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. നമ്മെ നല്ല ഉരുപ്പടിയാക്കാനാണ് പ്രതികൂലങ്ങൾ കടന്നു വരുന്നത്. മോശയെ പ്രതികൂലങ്ങളിൽ മോശയെ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുകയില്ല, എനിക്ക് യോഗ്യതയില്ല. ദിയാറു പറഞ്ഞു, നീ ആരുടെ മുമ്പിൽ നിൽക്കണം, ഞാൻ നിന്നെ പറവോന്റെ മുമ്പിൽ നിൽക്കും. നീ പറയുന്നു നിനക്ക് യോഗ്യതയില്ല, എന്നാൽ ഞാൻ പറയുന്നു ഇതിന്റെ അയോഗ്യതകൾ മതി എനിക്ക് നിന്നെ പൂർണ്ണനാക്കുവാൻ. അവൻ നിനക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന് വേണ്ടി കൊടുക്കാം. മോശയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മൾ കണ്ടു, മോശയെ ദൈവം കരുതുന്ന 2 വിധങ്ങൾ. ഒന്ന്, എവിടെ നിന്ന് ദൈവം കരുതി? അതായത് ഫറവോന്റെ ആജ്ഞയിൽ നിന്ന് കൊല്ലാൻ 2 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ ഫറവോൻ ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ എവിടെ ദൈവം കരുതി? രണ്ടാമത്, എവിടെയാണ് ദൈവത്തിന്റെ കരുതൽ? ഏകനായി ആളുകളെ നയിച്ചപ്പോൾ അവന് ദിക്കുള്ള അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തി, ദൈവം അവനെ പൂർണ്ണനാക്കി മാറ്റി. 2 അവസരങ്ങൾ നമ്മൾ കണ്ടു. മോശ എവിടെ കടന്നു വരുന്നു? ഇപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു. എവിടേക്ക് വരുന്നു? ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു.
ഇന്നലെ വരെ രാജകീയ പ്രൗഢിയിൽ ആ ഭവനത്തിലേക്ക് മോശ ഇന്ന് മടങ്ങി വരുന്നത് ഒരു ബലഹീനനായിട്ടല്ല, ഒരു പേരുള്ള അവസ്ഥയിലല്ല, ദൈവത്തിനെ കരുതൽ കണ്ട അവസ്ഥയില്ല, ദൈവത്തെ പൂർണ്ണനാക്കിയ അവസ്ഥയില്ല. മോശ വന്നിട്ട് പറഞ്ഞില്ല എനിക്കുള്ള അവകാശം എനിക്ക് തരണമെന്ന്. മോശ വന്നിട്ട് പറഞ്ഞു എന്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കുക. ദൈവമക്കളെ ഇന്ന് കുറെ കാലം നമ്മെ കഴിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്നു. നാം പലപ്പോഴും ചിന്തിക്കും എന്നെ കൊണ്ട് സംസാരിക്കാൻ കൊള്ളത്തില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയും. എന്നാൽ ആ കൊണ്ടായ്മകൾ ദൈവത്തിനെന്താണ് ഉപയോഗിക്കാൻ ഒരു ആയിരമാണ് ഇന്ന് പകൽ ദൈവത്തിന്റെ പയ്യനെ അവൻ നിലക്കായി കഴിയുന്നതാകെയാണ്. മോശയുടെ ജീവിതത്തിൽ പലവിധ ബലഹീനതകൾ അവനുണ്ടായിരുന്നു, പലവിധ പ്രശ്നങ്ങൾ മോശിക്കുണ്ടായിരുന്നു, പലവിധ ശോധനകൾ മോശിക്കുണ്ടായിരുന്നു. അവൻ ആരും വിശ്വസിച്ചു? കരുതുന്ന ദൈവത്തിൽ വിശ്വസിച്ചു. ആശ്രയം യേശുവിലാക്കി, കരുതുന്നവരിലാക്കി. അതുകൊണ്ട് മോശയെ ദൈവം ഉപയോഗിച്ചു. എങ്ങനെ? ഒരു അനുഗ്രഹത്തിന്റെ തുറമുഖമായി, അനുഗ്രഹത്തിന്റെ കവാടമായി ദൈവം മോശയെ ഉപയോഗിച്ചു. ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിലും പലവിധ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നാം പറയാറുണ്ട് എവിടുന്നാണ് ഈ കരുതൽ വെളിപ്പെടുന്നത്? എന്റെ കയ്യിലുള്ളതെല്ലാം ഇമ്പോസിബിലിറ്റിയാണ്, അസാധ്യങ്ങളാണ്. എന്റെ കയ്യിലുള്ളതെല്ലാം അസാധ്യങ്ങളാണ്, എന്നെ കൊണ്ട് പറ്റാത്ത അവസ്ഥകളാണ്. ദൈവമേക്ക് പ്രവേശിച്ചാല് നിന്റെ അസാധ്യങ്ങളെ ഇതുവരെ ദൈവമാണ് നിരത്ത്, നിന്റെ അവസ്ഥകളെ ദൈവമാണ് നിരത്ത്. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. മോശയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം, മോശയെ ഒരു ഉറപ്പുള്ള ഭാര്യയാക്കി മാറ്റിയ ദൈവം, മോശയെ ഒരു ഉറപ്പുള്ള വ്യക്തിയാക്കി മാറ്റിയ ദൈവം നമ്മെ അവൻ ശക്തനാക്കും, നമ്മെ അവൻ ബലമുള്ളവനാക്കും. നമ്മുടെ ജീവിതനാടിൽ നിന്ന് പകർത്താനും വിശ്വസിക്കുക. മോശയെ കരുതിയ ദൈവം, മോശയെ ബലവാനാക്കിയ ദൈവം, മോശയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നമ്മെ അവൻ ഉണർത്തും, നമ്മെ അവൻ ശക്തനാക്കും, അവൻ നമ്മെ അവൻ ബലവാനാക്കും. ഇപ്പോൾ മോശ എവിടെയാണ്? ഫറവോന്റെ കൊട്ടാരത്തിലാണ്. മോശയോടുള്ള അരുളപ്പാട് എന്താണ്? എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, നിന്റെ നാവിനെ ഞാൻ ബലപ്പെടുത്തും, നിന്റെ ബലഹീനതകളെ ഞാൻ ബലപ്പെടുത്തും, നിന്റെ നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് നീ ചിന്തിച്ച ആ അവസ്ഥകളെല്ലാം എന്റെ ധ്യാനം വരുത്തി ആ നിന്നിലൂടെ തന്നെ ഞാൻ ചില പുതിയ പാതകൾ തുറക്കും. നമ്മളെ ബലഹീനതകളുടെ അവസ്ഥയെ കാണുമ്പോൾ നാം പലപ്പോഴും പുസ്തകം മടക്കി, അല്ലെങ്കിൽ അവസാനം വിട്ട് ഇനിയും പറ്റത്തില്ല, ഇനി രക്ഷയില്ല, നമ്മുടെ അവസ്ഥ ഇങ്ങനെ. എന്നാൽ ദൈവത്തിന്റെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന അവസ്ഥ നോക്കിയേ. മോശയുടെ ബലഹീനതകൾ മാത്രം പറഞ്ഞ മോശയെ ദൈവം പറഞ്ഞു നീ നിന്നെ കൊണ്ടൊന്നും ചിന്തിക്കണം. നാം പലപ്പോഴും നമ്മെ കുറിച്ച് നോക്കുന്നത്, നമ്മെ കുറിച്ച് നാം നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കാണുന്നത്? നാം പലപ്പോഴും നമ്മെ കുറിച്ച് നോക്കും, അപ്പോഴത് മനസ്സിലാകുന്നത് എന്നെ കൊള്ളത്തില്ല, എനിക്ക് പറ്റത്തില്ല, എന്റെ മക്കൾ അതിന് പോരാ. പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം നാം നമ്മിലൂടെ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെ നോക്കുകയാണെങ്കിൽ, നാം നമ്മിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മുടെ അവിശ്വാസത്തിലെ എല്ലാ കണികളും, നമ്മുടെ പ്രതിസന്ധിയുടെ എല്ലാ കണികളും എന്തായി മാറ്റപ്പെടും? അനുഗ്രഹമായി മാറ്റപ്പെടും. മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കും. മോശ വിശ്വസിച്ചു ആരിൽ? കരുതുന്ന ദൈവത്തിൽ, പ്രവർത്തിക്കുന്ന ദൈവത്തിൽ, വിടുതലുകൾ അയക്കുന്ന ദൈവത്തിൽ. മോശ വിശ്വസിച്ചപ്പോൾ ദൈവം അവന് അത് നീതിക്കായി കണക്കിട്ടു, ദൈവം നന്മയ്ക്കായി കണക്കിട്ടു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നിന്ന് പകൽക്കാലം നാം വിശ്വസിക്കുക, ആ ദൈവത്തിൽ നിന്ന് പകൽക്കാലം നാം ആശ്രയിക്കുക. മറ്റൊന്നും പറയാൻ നമുക്ക് വേണ്ടത് അത്തരം ദൈവത്തിന്റെ കരം ജീവിതത്തിൽ മനസ്സിലാക്കുക. ആ മോശ നിമിത്തം തന്നെ ഇസ്രായേൽ നിന്ന് പുറപ്പെട്ടു. മോശ എന്താണ് പറഞ്ഞത്? ദൈവമേ എനിക്ക് യോഗ്യതയില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പറ്റുകയില്ല, എനിക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്. എന്നാൽ അതേ മോശയിലൂടെ കൂടെ
അപ്പൊ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ ബലഹീനതയെ കണ്ട് ദൈവം പറയും, ഓക്കെ നീ ഇവിടെ ഇരുന്നു. അടുത്ത വ്യക്തിയിലൂടെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബലഹീനത നാം മനസ്സിലാക്കുമ്പോൾ, എന്നെ കൊണ്ട് പറ്റുകയില്ല നാം മനസ്സിലാക്കുമ്പോൾ, ദൈവമേ അങ്ങില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല നാം മനസ്സിലാക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവം നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവം നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ മോശയിലൂടെ തന്നെ, ആ വിപ്പുള്ള മനുഷ്യനിലൂടെ തന്നെ, ആ ബലഹീനനായ മനുഷ്യനിലൂടെ തന്നെ ഇതാ ഇസ്രായേലിന്റെ ഒരു പുറപ്പാട് ദൈവം ഒരുക്കും. ദൈവത്തിന്റെ കരുതൽ നോക്കിയേ, വാക്യം ചെയ്ത ദൈവം വർഷങ്ങൾക്ക് മുമ്പാണ് വാക്തത്വം, വർഷങ്ങൾ പല പുരാതനമായ വാക്തത്വം. ഇസ്രായേൽ മക്കൾ വിചാരിച്ചു, അവർ നിലവിളി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4, 5, 6 തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തിന്റെ കഷ്ടം ഞാൻ കണ്ടു. എനിക്കാണ് അവർക്ക് ഒരു പുറപ്പാട് എടുക്കും. ഇവിടെ മോശയെ നോക്കിയേ, ബലഹീനത മോശ, തകർച്ചകൾ മാത്രം പറയാനുള്ള മോശ, അതേ മോശയെ കൊണ്ട് ദൈവം പ്രവർത്തിക്കുന്ന വിധകൾ നോക്കുകയും അവൻ നിരക്കായി കരുതുന്നതാകെ. എവിടെയാണ് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തിയത്? ആരിലൂടെയാണ്? ഒരു പുതിയ വ്യക്തിയെ നീ തെരഞ്ഞെടുത്തോ? ഒരു പുതിയ വ്യക്തിയെ ദൈവം കണ്ടെടുത്തോ? ഇല്ല. അതേ വ്യക്തിയിലൂടെ തന്നെ, അതേ മനുഷ്യനിലൂടെ തന്നെ, അതേ അവിശ്വാസത്തിലെ അല്ലെങ്കിൽ ബലഹീനതകളുടെ വിക്കിന്റെ അവസ്ഥയിലൂടെ തന്നെ ദൈവം മനുഷ്യനെ പുറപ്പെടുവിച്ചു. ദൈവമക്കളെ പകർത്താലും നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന്റെ വിഷയമല്ല, നമ്മുടെ അവിശ്വാസത്തിന്റെ കണികൾ ദൈവത്തിന്റെ വിഷയമല്ല, നമ്മുടെ പരിമിതികൾ ദൈവത്തിന്റെ വിഷയമല്ല, ഞാൻ വിചാരിക്കുന്ന അവസ്ഥകൾ ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകർത്താലും ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രം, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് പകർത്താൻ നമ്മൾ കണ്ടത്. അവൻ നിരക്കായി കഴിയുന്ന ദൈവമാണ്. ആരിലൂടെ? അവിശ്വസിക്കുന്ന അവസ്ഥയിലൂടെ, പ്രതിസന്ധിയുടെ അവസ്ഥയിലൂടെ, വേദനിപ്പിക്കുന്ന അവസ്ഥയിലൂടെ, ഇല്ലായ്മ അവസ്ഥയിലൂടെ, തകർന്ന് വിചാരിക്കുന്ന അവസ്ഥയിലൂടെ, അതിലൂടെ തന്നെ വേണ്ടി കരുത്, അതിലൂടെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ എവിടേക്ക് തിരിച്ചു? വാഗ്ദത്തത്തിലേക്ക് തിരിച്ചു. എവിടെ നിന്നാണ് നമ്മൾ തിരിച്ചത്? അടിമത്തത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന്, വേദനയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന്. ആര് സഹായിക്കും? അതാ പാട്ടുകാരൻ പാടുന്ന പോലെ, ആര് സഹായിക്കും? ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിരുന്നുവോ? ആശ്രയം ആരുള്ളൂ? തകർച്ചയുടെ നടുവിൽ, നിലവിളിയുടെ നടുവിൽ നിൽക്കുന്ന ജനത്തിന് വേണ്ടിയില്ല. ദൈവത്തിന്റെ ആത്മാവിളിച്ചു പറയുന്നു, എന്റെ ജനത്തിന്റെ ആശ്രയം കണ്ടു, എന്റെ ജനത്തിന്റെ തിരുവചനം കേട്ടു. ഞാൻ മൗനമായിരിക്കുകയില്ല, എനിക്ക് മൗനമായിരിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വയറുകൊണ്ട പോവുകയാണ്. അവൻ നിനക്കായി കരുതുന്നത് ആകെയാണ്. എവിടെ ദൈവം കരുതി? നമ്മുടെ സംശയങ്ങളുടെ നടുവിൽ, നമ്മുടെ തകർച്ചയുടെ നടുവിൽ, നമ്മുടെ പരാജയങ്ങളുടെ നടുവിൽ, നമ്മുടെ പരാജയങ്ങളുടെ നടുവിൽ ആ ദൈവം കരുതി. ഇന്ന് പകർത്താതെ ദൈവത്തിന്റെ പൈതലേ, ആലോചിച്ച് പറയുന്നു, അവൻ നിനക്കായി കരുതുന്നത് ആകെയാണ്. നീ ഭയപ്പെടേണ്ട. നിന്റെ അവിശ്വാസത്തിന്റെ കണ്ണികൾ മാറ്റിവെച്ച് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകർത്താരം ഒന്ന് മാത്രം വിശ്വസിക്കുക, യഹോവ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. യഹോവ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. യഹോവ നമ്മളോട് ഒന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ജീവിതത്തിലെ പല മേഖലകളിൽ നാം വിചാരിക്കും എവിടെ നിന്ന് വഴി തുറക്കുമെന്ന്. ഇന്ന് ദൈവം നമ്മളെ ഒന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. നീ ദൈവത്തിന്റെ മഹത്വം കാണും. മറ്റൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല, മറ്റൊന്നും ദൈവം ചോദിക്കുന്നില്ല. ദൈവത്തിന്റെ കാര്യത്തിൽ വെളിപ്പെടുവാൻ ഒന്ന് മാത്രം ചെയ്യുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ കാര്യത്തിൽ വെളിപ്പെടുവാൻ ഒന്ന് മാത്രം ദൈവം ആവശ്യപ്പെടുന്നു, ദൈവത്തിന്റെ ആത്മനെ മതിയാക്കാതിരിക്കുക, ദൈവത്തിലുള്ള വിശ്വാസം ഉറച്ചു നിൽക്കുക. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനക്കാരൻ നമുക്ക് വേണ്ടി ദൈവമായിരിക്കും. നാം ഇപ്രകാരമാണ് കുറിവാക്യം വായിക്കുന്നത്, അവൻ
നിനക്കായി കരുതുന്നതാകിയാൽ പലവിധ സന്ദർഭങ്ങൾ പഴയ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അതിലേക്ക് ഞാൻ കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല. മോശയുടെ അല്പകാലങ്ങളോടെ പറഞ്ഞ് ദൈവത്തിന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് അതേ മോശയിലൂടെ തന്നെ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചോ. ഒരു പുതിയ മോശയെ രൂപാന്തരപ്പെടുത്തിയോ, അല്ലെങ്കിൽ ഒരു പുതിയ മോശയോ എന്നെ പൂർവ്വനാക്കിയില്ല, പെർഫെക്റ്റ് ആക്കിയില്ല. മോശ നിലവിളിച്ച് ദൈവമേ എവിടെ വഴി തുറക്കും, എങ്ങനെയാണ് ജനം പുറത്തുന്നു. അവർ പറയുന്നു ഞങ്ങൾക്ക് ശവക്കുഴികൾ മിത്രമില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. വാക്തത്വം പ്രാപിച്ച മോശ ദൈവത്തോട് നിലവിളിച്ച് ദൈവമേ എനിക്ക് എവിടെ നിന്ന് വഴി തുറക്കും, എനിക്ക് വേണ്ടി എങ്ങനെയാണ് ഇവിടെ ഉൾപ്പെടുന്നത്. മോശയോട് ദൈവം പറഞ്ഞു നിന്റെ കയ്യിരിക്കുന്നുണ്ടാ. മോശയോട് ദൈവം എന്താ ചോദിച്ചത്? നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ? മോശ പറഞ്ഞു നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. ദൈവാത്മ നമുക്ക് വാക്യത്തിലൂടെ വലിയ കവാടങ്ങൾ തുറന്നു വെക്കുമ്പോഴും നാം വിചാരിക്കുന്നത് എന്താ? ഒരു വഴി ഇതിനെ കൊണ്ട് വള്ളത്തിൽ നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസ കളികളെ മാറ്റി ദൈവം നമ്മളോട് എന്ത് പറയുന്നു അത് പൂർണ്ണമായി വിശ്വസിക്കുക. മോശയോ ദൈവാത്മ ചോദിച്ചതിന്റെ കയ്യിലേക്ക് എന്താ? ഒരു വടി. ആ വടിയെ കൊണ്ട് മോശയുടെ വ്യക്തി ഈ വടി ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു പാത്രം. എന്നാൽ ദൈവാത്മ പറഞ്ഞു ആ വടി മതി, നീ എവിടെ വീട്ടുക, എവിടെ വീട്ടുക? ചെങ്കടലിലേക്ക് വീട്ടുക. അവൻ നിനക്കായി കരുതുന്നതാകയാണ്. നാം വിചാരിക്കും ദൈവം ഒരു പുതിയ കവാടം അല്ലെങ്കിൽ പുതിയ അവസ്ഥകൾ തുറന്നിട്ടാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. അല്ല, ദൈവത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ഉള്ള അവസ്ഥകൾ മതി. ഒരു പുതിയ ദൈവം തുറക്കണ്ട, ഒരു പുതിയ അനുഗ്രഹം ദൈവം തുറക്കണ്ട. നമ്മുടെ കയ്യിൽ ദൈവം അനുഗ്രഹം മുഴുവൻ തന്നിട്ടുണ്ട്. അതിനെ തൊഴിപ്പിക്കേണ്ട ആവശ്യം ആരുടേതാ? നമ്മുടേതാ. മോശയോട് ദൈവാത്മ ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്ന അതാ വഴി, വീഴ്ച മാത്രം ചെയ്യുക, നിനക്ക് വേണ്ടിയുള്ള വഴി അതിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. അവൻ നിനക്കായി കരുതുന്നതാകയാ നിന്റെ സകല ചിന്താഗതവും അവന് മേടിച്ചു. അതിന് മോശ വഴി നീട്ടി, വഴി കൊണ്ട് അതിന് മോശ വിശ്വസിച്ചു നീട്ടിയാൽ മാത്രം വിടുതൽ വെളിപ്പെടുത്തില്ലെന്ന്. അവിടെ മോശ എന്ത് കാണിച്ചു? അവിടെ മോശ എന്ത് കാണിച്ചു? അവിടെ മോശ അവിശ്വാസത്തിന്റെ കളികൾ മാത്രം കാണിച്ചു. ദൈവം പറഞ്ഞ് നീട്ടുക. മോശ അതിനെ അടിച്ചു. ആ ഒറ്റ കാരണം കൊണ്ട് മോശ ഇവിടെ എത്തിയില്ല, എത്തി. ദൈവാത്മ നമുക്ക് വരുന്ന അവസരങ്ങൾ, ദൈവാത്മ നമുക്ക് വേണ്ടി തുറക്കുന്ന അനുഗ്രഹങ്ങൾ നാം പൂർണ്ണമായി വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം പറഞ്ഞതിൽ ഒരു മുഴം നീട്ടുവാനോ ഒരു മുഴം കുറയ്ക്കുവാനോ നമുക്ക് അനുവാദമില്ല. ദൈവം എന്ന് പറയുന്നു, അത് നാം ചെയ്താൽ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അനുസരിച്ച് നാം നടന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ ദൂതകളും നമ്മുടെ ജീവിതം നിറവേറും. അതിൽ രണ്ടു പക്ഷമില്ല. വൈസലോ അവൻ നിനക്കായി കരുതുന്നതാകയാണ്. വിക്കനായ മോശയും കൊണ്ട് ദൈവം അനുഗ്രഹത്തിന് കവാടങ്ങൾ തുറന്നു. അതേ വിക്കനായ മോശയും കൊണ്ട് ദൈവം വിടുതലുകൾ തുറക്കപ്പെട്ടു. ഇന്ന് പകർത്താൻ ദൈവത്തിന്റെ പൈതലെ നാം വിചാരിക്കും എവിടെ നിന്ന് വഴി തുറക്കുമെന്ന്. വൈസലോ നാം വിചാരിക്കും എവിടെ നിന്ന് അത്ഭുതങ്ങൾ കാണുമെന്ന്. അത്ഭുതങ്ങൾ പുതിയ ദൈവം കാണണ്ട. അത്ഭുതത്തിന് വേണ്ടി എങ്ങും ഓടി നടക്കണ്ട. അത്ഭുതം നമ്മുടെ കയ്യിലുണ്ട്, അത് നീട്ടുക. വിശ്വാസത്തോടെ കിട്ടുക, വിശ്വാസത്തോടെ കിട്ടുക മാത്രം ചെയ്യുക. നന്ദിയുടെ കാര്യങ്ങൾ നാം കാണും, ദൈവത്തിന്റെ കാര്യങ്ങൾ നാം കാണും. നമ്മുടെ കയ്യിൽ ഒരു സിമ്മുണ്ട്. ആ സിമ്മിൽ 1000 രൂപ ബാലൻസ് ഉണ്ട്. ആ സിമ്മ് മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്യാത്തോളം കാലം അത് നിർത്തി കാണത്തില്ല, കോൾ ചെയ്യാൻ പറ്റുകയില്ല. അതിൽ ഒരുപാട് രൂപ ബാലൻസ് ഉണ്ട്. പക്ഷേ അത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയിൽ അതിനെ അതിനെ ഹോൾ ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന് ഉപയോഗം നമ്മൾ കാണുകയുള്ളൂ. ദൈവപ്രവൃത്തി അപ്രകാരമാണ്. നമ്മുടെ കയ്യിൽ ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും ദൈവികമായ അടുത്താഴ്ച ഉപവാസം ഇരിക്കുകയാണ്. പിന്നെയും ഒരുപാട് വാഗ്ദത്തങ്ങളും പിന്നെയും ഒരുപാട് മുതുകളും നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇത്രയും നമ്മൾ കേട്ടതെല്ലാം അവിടെ എവിടെ വെച്ചേക്കുക? ഒരുപാട് ഒരുപാട് ആലോചനയും കേട്ട് നമ്മുടെ പോക്കറ്റിൽ വെച്ചിരിക്കുക. ഇതുവരെ മോശ ചെയ്യുന്നതുപോലെ മോശ ഉപയോഗിച്ച വഴി പോലെ കുത്തി നടക്കുകയല്ലാതെ ഇതുവരെ ആ വാക്കുകൾ നമ്മൾ എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. നാം ഇപ്പോൾ ദൈവം അതിന്റെ വാക്കുകൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ പുതിയ വാക്കുകൾ നമ്മൾ കാണാൻ തുടങ്ങുന്നത്.
മോശ ഇസ്രായേൽ ജനം അങ്ങനെ ആ ചെങ്കടൽ കടക്കാതെ അടുത്തൊരു വാക്യത കാണുകയില്ല. കേട്ടോ, അവൻ നിനക്കായി കരുതുന്ന ദൈവമാ, അവൻ നമുക്ക് വേണ്ടി വഴി തുറന്ന ദൈവമാ. പക്ഷെങ്കിൽ ആദ്യം ദൈവം തുറന്ന വഴി നാം വിശ്വാസത്തോടെ കൈക്കലാക്കണം. കേട്ടോ, ആദ്യം ദൈവം തുറന്ന് പറഞ്ഞ വാക്യത്വം നാം വിശ്വാസത്തോടെ കൈക്കലാക്കാതെ അടുത്ത വാക്യത്വം നാം എങ്ങനെ പ്രാപിക്കും? കേട്ടോ, ഇന്നലെ ഞാൻ ഒരു സുഹൃത്തുമായി ഇപ്രകാരം സംസാരിച്ചു. അവൻ പഠിക്കാൻ എടുക്കണം. അവന് വളരെ പെട്ടെന്ന് ഡിഗ്രി എല്ലാം കൈക്കലാക്കണം. അവനങ്ങനെ ഒരു വർഷം കളഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് ചവിട്ടാതെ 6 പെട്ടെന്ന് ചവിട്ടണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. കൈത്തലോ അവർ പറഞ്ഞു, ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് അതിന് പറ്റും, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അതൊക്കെ ഞാൻ ഒറ്റയിരിക്കാൻ ഉപയോഗിക്കാം. ഇന്നലെ ഒരു കോളേജ് അവൻ അഡ്മിഷൻ ചോദിച്ചപ്പോൾ 65,000 രൂപ, ബൈബിൾ കോളേജാ, 65,000 രൂപ വരും ആ കോളേജിലോട്ട് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ. എന്ന് വെച്ചാൽ കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞു, നീ ആദ്യം നേരെ നടക്കേണ്ട രീതി നടന്നാൽ എല്ലാം ശരിയാവും. ഒറ്റയടിക്ക് എല്ലാ വാക്യങ്ങളും നമ്മൾ പ്രാപിക്കുക. കേട്ടോ, നമ്മുടെ ഈ കുഞ്ഞ് പെട്ടെന്ന് ഒറ്റയ്ക്ക് ഇപ്പൊ ഒരു വഴിക്കോളമായി ഒറ്റയ്ക്ക് നടക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? ആദ്യം കുഞ്ഞ് കിടക്കും, പിന്നെ കവളം വീഴും, പിന്നെ മുട്ട വലിയും, പിന്നെ അവൻ നടക്കാൻ പൈസലോ ശരീരം പിടിച്ചെഴുന്നേക്കും, പിന്നെ നടക്കാൻ. ആദ്യം നേരെ കിടക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ എങ്ങനെ നടക്കണമെന്ന് നമ്മുടെ പൈസലോ. ഇപ്പൊ ബെൻസ് കാർ കയറി ഓടണമെന്ന് ആളെ ചിന്ത. പൈസലോ ആദ്യം നോർമൽ സൈക്കിളെ ഓടാതെ എങ്ങനെയാ ബെൻസെ കയറാൻ പറ്റുന്നത്? ഡ്രൈവിംഗ് അറിയത്തില്ല, വീട്ടിൽ കാറുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമ്മുടെ അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വാക്കുകളും ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ അത് പ്രാപിക്കേണ്ട ഉത്തരവാദിത്തമായതാ നമ്മുടേതാ. ഞാൻ ആ ഭാഗത്തിലേക്ക് മടങ്ങി വരട്ടെ. അവൻ നിനക്കായി കരുതുന്നതാകയാണ്. മോശയെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി, വിടുതലുകൾ കാണിക്കാൻ തുടങ്ങി. മോശയുടെ അവസ്ഥ എന്താണ്? മോശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിമകാലത്തെ മോശ സംശയത്തിന്റെ മോശയാണ്, അവിശ്വാസത്തിന്റെ മോശയാ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എടുത്തുചാട്ടത്തിന്റെ മോശയാ. അതുകൊണ്ടാണ് ഒരു ഇസ്രായേലിനും ഒരു മിസ്രൈമിനും കൂടെ അടിയുണ്ടാക്കിയപ്പോൾ അവൻ പറഞ്ഞു, ആരെ കൊന്നുകളകാം, മിസ്രൈമിനെ കൊന്നുകളകാം. അവന്റെ എടുത്തിയായ നിമിത്തം അവന്റെ 40 വർഷം മോശയ്ക്ക് നഷ്ടമായി. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, ദൈവത്തിലുള്ള ധൈര്യത്തിൽ, ദൈവത്തിലുള്ള പ്രത്യാശയിൽ ഇതുപോലെ നാം പൂർണ്ണമായി വിശ്വസിക്കുക. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം ജീവിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുക. മോശ അവന്റെ വിശ്വാസത്തിൽ മോശ ഉറച്ചുള്ളത് കൊണ്ട് അതേ മോശയോടെ തന്നെ ദൈവം പുതിയ കവാടങ്ങളെ ദൈവനാമത്തിന് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടു, പുതിയ വാക്യങ്ങളെ ദൈവം തുറന്നു കൊടുക്കപ്പെട്ടു. അവർക്ക് വേണ്ടി ദൈവം ചെങ്കടൽ വിഭജിക്കുന്നു, അവർക്ക് വേണ്ടി ദൈവം മരുഭൂമിയിൽ കരുതുന്നു, അവർക്ക് വേണ്ടി ദൈവവിധ മഞ്ഞ പൊഴിക്കുന്നു, അവർക്ക് വേണ്ടി ദൈവവിധ കാലപ്പറ്റിയെ പൊഴിക്കുന്നു. ആരാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത്? എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ മോശ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ മോശ. വൈസരോ എനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, അവൻ നമുക്ക് വേണ്ടി കരുതണമെങ്കിൽ നമ്മെ പൂർണ്ണമായി നാം ഏൽപ്പിച്ചു. നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ബലഹീനതകളും നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മെ കൊണ്ട് പറ്റാത്തതെല്ലാം നാം അവനിലേക്ക് സമർപ്പിക്കണം. അവനിലേക്ക് നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ കരുതൽ നാം കാണുവാൻ തുടങ്ങും. അവനിലേക്ക് നാം പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവർത്തന കാര്യങ്ങൾ നാം കാണുവാൻ തുടങ്ങും. വൈസലോ അതുകൊണ്ട് ആ മോശയെ പോലെ ഇന്ന് പകൽ കൽപ്പൂഴിക്കാർ ദൈവസഭയെ നമുക്കൊന്ന് ഒരുക്കപ്പെടാം, നമുക്കൊന്ന് ബലപ്പെടാം, നമുക്കൊന്ന് ധൈര്യപ്പെടാം. ആ കുടിവാക്കത്തിലേക്ക് ഒരു പ്രാവശ്യം വന്ന് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുടിവാക്കത്തിലെ മടങ്ങിയാണ് 6-ാം വാക്യം മുതൽ ബൈബിളിലെ അടച്ചു. ഇനി 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് 1 മണി ആയാൽ അത് 4 മിനിറ്റ് ഫാസ്റ്റുമാണ്. 6-ാം വാക്യം മുതൽ വായിക്കാം. അതുകൊണ്ട് തക്ക സമയത്ത്, അപ്പൊ പെർഫെക്റ്റ് ടൈം ആരുടെ കയ്യില? തക്ക സമയം ആരുടെ കയ്യില? ദൈവത്തിന്റെ കയ്യില. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തും. എപ്പോൾ? തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി ചെയ്യും.
തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി അവൻ നിന്നെ ഉയർത്തുവാൻ അവൻ ദൈവത്തിന്റെ ബലമുള്ള ഭാരത ബലത്തിലല്ല കാണിക്കേണ്ടത്, നമ്മുടെ ബലത്തിലല്ല, ദൈവത്തിന്റെ ബലത്തിൽ. ഇന്ന് പറയും ദൈവത്തിന്റെ ബലം നമ്മളിലുണ്ടെങ്കിൽ നാം പരാജയനാണ്. ദൈവത്തിന്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ നാം തോൽക്കുകയില്ല. ദൈവത്തിന്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ നാം ജയം പ്രാപിക്കും. അവന്റെ ബലമുള്ള കരത്തിൽ താണിരിക്കും. അടുത്തത് അവന്റെ ബലമുള്ള ഭുജത്തിൽ താണിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രത്യാശയുണ്ട്. ആരാണ് എന്നെ കരുതുന്നത്? ദൈവമാണ് എന്നെ കരുതുന്നത്. ആരാണ് എന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള നൽകി തരുന്നത്? ദൈവമാണ് നൽകി തരുന്നത്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അവൻ നിനക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ എല്ലാ ചിന്താകുലവും. ഇന്ന് പകൽക്കാലം കൂടിക്കാൽ ദൈവസഭയിൽ ഇന്ന് ഒരു കാര്യം മാത്രം ഞാൻ ഇതിൽ കൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നമുക്കായി കരുതും. നമ്മുടെ ചിന്താകുലം എഴുതുക, അവന്റെ ബലമുള്ള കരത്തിൽ താഴ്ന്നിരിക്കുക. ദൈവമാണെങ്കിൽ അക്കാര്യക്കാർ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ബലമുള്ള പുതിയ നാം താഴ്ന്നിരിക്കട്ടെ. ദൈവത്തിന്റെ പ്രവർത്തിക്കൊണ്ട് നാം താഴ്ന്നിരിക്കട്ടെ. അവൻ നമ്മെ ഉയർത്തും. അവൻ നമുക്ക് വേണ്ടി കരുതും. അവൻ നമുക്ക് വേണ്ടി ചെയ്യും. അവൻ നമുക്ക് വേണ്ടി അനീകരകൾ ചെയ്യും. അവൻ നമ്മെ വാഴ്ചനാട്ടിൽ എത്തിക്കും. പക്ഷേ നാം അവന്റെ ബലമുള്ള പുതിയ താഴ്ന്നിരിക്കണം. അവന്റെ വാഴ്ചത്തിൽ നാം താഴ്ന്നിരിക്കണം. അവൻ നമ്മളോട് അതിന്റെ അർഹമായി നാം താഴ്ന്നിരിക്കണം. എങ്കിൽ ദൈവത്തിന്റെ വാക്തത്വങ്ങളും ദൈവത്തിന്റെ ഉറപ്പാടുകളും ദൈവത്തിന്റെ ആലോചനകളും നമ്മുടെ ജീവിതം നിറവേറുകയായിരിക്കും. നാം ഇപ്രകാരമാണ് കണ്ടത്. അവൻ നമുക്കായി കരുതുന്നതാണ്. നമ്മുടെ സകല ചിന്താകുലവും അവന്റെ വേദിച്ചു. മോശയ്ക്ക് വേണ്ടി കരുതിയൊരു ദൈവം. മറ്റുള്ള പദവാക്യങ്ങൾ തമിഴ്നാട്ടിൽ പറഞ്ഞില്ല. അബ്രഹാമിന് വേണ്ടി യാഗപീഠത്തിൽ യാഗവസ്തുവിനെ അർപ്പിക്കാൻ തന്റെ മകനുമായി കടന്നുപോയപ്പോൾ ഒരാട്ടിൻകുട്ടിയെ കരുതിയ ദൈവം. രൂത്തിനു വേണ്ടി ഒരു ഗോപത്തിനെ കരുതിയ ദൈവം. വാക്കിന്റെ നാട്ടിലെത്തിക്കുവാൻ വേണ്ടി ബലഹീനതയിൽ ക്ഷാമകാലത്തും ക്ഷേമമായി പോരുന്നൊരു കരുതലിന്റെ ദൈവം. ഇന്ന് പകൽക്കാലം ആ ദൈവം ജീവിക്കുന്നു. കൂടിക്കാർ ദൈവസഭയിൽ ആ ദൈവത്തിന് ആശ്രയിച്ച് കൊടുത്തിരിക്കുക. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ പ്രത്യാശ വെക്കുക. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്നല്ല പകൽ ഞാൻ ഒരു പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ടതുപോലെ അവൻ